എല്ലാവർക്കും നമസ്കാരം. ദിബിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മളിന്നൊരു വളരെ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേമ്പും താളില്ലേ, വെട്ടുചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ളൊരു തോരനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് തോരന് വേണ്ടി നമ്മൾ ഈ വെട്ടിച്ചേമ്പിൻ്റെ ഈ തണ്ടിന് വേണ്ടി തന്നെയാണ് നമ്മളിവിടെ ഇങ്ങനെ നട്ടേക്കുന്നത്. അപ്പോൾ നിറച്ച് കിളിച്ചിട്ടുണ്ട്. വലിയ വളമൊന്നും ചെയ്യാത്തതുകൊണ്ട് ചേമ്പെടുക്കാൻ കിട്ടാറില്ല. പക്ഷേ ഈ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് സ്ഥിരമായിട്ട് തോരൻ വെക്കാനായിട്ട് എടുക്കാനുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മളൊരു കൂണൊക്കെ തോരൻ വെക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ശങ്കരനെ കൊണ്ടാണ് ഇന്ന് നമ്മളിത് വെട്ടിയെടുക്കാൻ പോകുന്നത്. അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യമൊക്കെ. അപ്പം നല്ല ഇതുപോലെ കട്ടിയുള്ള തണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുക. കട്ടിയുള്ള നല്ല കനമുള്ള തണ്ടാണ് എടുക്കുന്നത്. ഒരു 3-4 തണ്ട് എടുത്താലും നമുക്ക് തോരൻ വെച്ചൊക്കെ വരുമ്പോൾ വളരെ കുറച്ചേ ഇത് കാണത്തുള്ളൂ. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ 3-4 തണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല എടുക്കാറില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ശങ്കരൻ ഇതൊക്കെ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അവന് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, പുതിയ പുതിയ അറിവുകളാണല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഈ ചേമ്പും താളം എല്ലാം ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം. ഇതിനൊരു നാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ആദ്യം. അപ്പോൾ നമ്മുടെ ചേമ്പുതാളൊക്കെ ഞാൻ നല്ല അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമ്മളിത് ചെയ്യുന്നത്, ഇത് ചെറുതായിട്ട് ഇതിൻ്റെ അരിഞ്ഞിട്ട് ഇതിൻ്റെ പുറമേ ഉള്ളൊരു നാര് പോലൊരു സാധനമുണ്ട്. നമ്മുടെ മുരിങ്ങിക്കാടെയൊക്കെ പുറത്തുള്ള പോലെ ചെറിയൊരു നാരുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പിച്ചാത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ എടുത്താൽ അതിങ്ങി പോകുന്നോളും. ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ സാരമൊന്നുമില്ല. കിളുന്ന് തണ്ടിൻ്റെ ഒന്നും ആണെങ്കിൽ അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കും. നമ്മളിതിപ്പോൾ എല്ലാം നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ചേർക്കുക. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ അങ്ങനെ വെച്ചാൽ ഇതിനകത്തിലെ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങും. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് ഇച്ചിരി ഉപ്പ് പുരട്ടി വെക്കാം. ചില ചേമ്പുകൾ ചൊറിയുന്ന ചില ചേമ്പുണ്ട്. ഇത് നമ്മൾക്ക് ചെറുതായിട്ട് ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ ചൊറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് ഒരു രീതിയിലുള്ള കയ്പോ ഒരു രീതിയിലുള്ള ചൊറിച്ചിലോ ഒന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. അത്ര നല്ല ടേസ്റ്റാണ്. പിന്നെ ചില ചേമ്പുകളിപ്പോൾ നമ്മൾ ചൊറിയുന്ന ചേമ്പുകളാണെങ്കിൽ നമ്മൾ എന്താണ് വാളൻപുളി വെള്ളത്തിൽ ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിഴിഞ്ഞ് കളയാറുണ്ട്. ഇതിപ്പോൾ തന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു അരമണിക്കൂറോളം വെക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചേമ്പന്താളിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഇത് പിഴിഞ്ഞ് ഇതിനകത്തിലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ നമ്മൾ ചേമ്പന്താളിൻ്റെ നീരെല്ലാം പിഴിഞ്ഞ് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സവോള, അതുപോലെ തന്നെ ഒരു 10-15 കൊച്ചുള്ളി, അത് രണ്ടും കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. കൊച്ചുള്ളി തന്നെ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് അത് കഴിഞ്ഞ് നമ്മൾ സവോളയും കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്നതിന് ശേഷം ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വേറെ ഒരു മസാലകളും നമ്മൾ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പന്താള് ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. കണ്ടല്ലോ, അപ്പോൾ തന്നെ നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കലൊരിക്കലും. ജസ്റ്റ് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറു തീയിലൊന്ന് തോർത്തിയെടുത്താൽ മതി എന്ന് പറയും നമ്മളിവിടെ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കാതെ വേവിക്കുക. ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ഉപ്പിനകത്ത് ഇത് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാഞ്ഞത്. ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ തോരനൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് കുക്കാവാൻ. 5 മിനിറ്റും വേണ്ട, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇറക്കുവാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. വളരെ കുറച്ച് മതി പച്ച വെളിച്ചെണ്ണ. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്തൊരു മുട്ട പൊട്ടി ചോദിച്ചിട്ട് ചിക്കി എടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.